ഹലോ, അടുക്കളക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള ഞണ്ട് കറിയുടെ റെസിപ്പി നോക്കാം. ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ സവാളയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും അതുപോലെ കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കുറച്ചൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം അതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടി ചേർത്തതിന് ശേഷം അത്യാവശ്യം നന്നായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അതിനുശേഷം ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത്യാവശ്യം നന്നായിട്ട് കുക്കായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഞണ്ടിട്ട് കൊടുക്കാം. ഞണ്ടിട്ടതിന് ശേഷം ഈ മസാല ഞണ്ടിലേക്ക് എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് കുക്ക് ചെയ്യുക. ആ സമയം കൊണ്ട് മസാലയൊക്കെ ഞണ്ടിൻ്റെ ഉള്ളിൽ നന്നായിട്ട് പിടിക്കും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞണ്ട് കറി എപ്പോഴും കുറച്ച് തിക്ക് ഗ്രേവി ആയിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. അതിനായിട്ട് മൂടി തുറന്ന് വെച്ച് കുറച്ച് നേരം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടും. അതുപോലെ മസാലയും ഞണ്ടിൻ്റെ ഉള്ളിലും മസാലയും നന്നായിട്ട് പിടിക്കും. അപ്പം ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്